ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി മാങ്ങക്കറിയാണ്. നമ്മൾ ചെറിയ 2 മാങ്ങ എടുത്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാവേ. നന്നായിട്ട് കൈകൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം ഇത്. എന്നിട്ടൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളൊരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവോള കനം കുറച്ച് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കനം കുറച്ച് അരിഞ്ഞാണ്, 3 പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടതിൻ്റെ അകത്തെ. ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ട് കൈ കൊണ്ട് നല്ലൊരു ഞെരടി അവനെ അങ്ങ് റെഡിയാക്കി എടുക്കണം. എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാകണം. കണ്ടോ, ഇതുപോലെ കിട്ടണം. നമ്മൾ നന്നായിട്ട് ഞെരടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 മുറി തേങ്ങയുടെ 2-ാം പാലാണിത്, അത് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. കണ്ടോ, ഇതുപോലെ ഞെരടി ചേർക്കണം അതിൻ്റെ അകത്തോട്ട്, ആ എരിവും എല്ലാം കൂടെ. ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യാവേ. ഇതെല്ലാം ചെയ്തിട്ടേ ഫ്ലെയിം ഓൺ ചെയ്യാവുള്ളൂ. തിള വരുമ്പോഴത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അരപ്പ്. കണ്ടോ, തിള വന്നിട്ടുണ്ട്, ആവിയൊക്കെ വെളി വരാൻ തുടങ്ങി. കണ്ടോ, അടിപൊളിയായിട്ട് തിളച്ച്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാങ്ങയാണ്. നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മഞ്ഞപ്പൊടിയും വിനാഗിരി ഒഴിച്ച്. ആ മാങ്ങ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അടച്ച് വെച്ചേക്കാം. ഒരു 2 മിനിറ്റ് മതി. പെട്ടെന്ന് മാങ്ങയല്ലേ, തുറന്ന് നോക്കാവേ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ട് കുറുകിയിട്ടുണ്ട് കുറച്ച്. ഇത് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ആദ്യത്തെ തലപ്പാലില്ലേ, അത് 1-ാം പാല്. ആ 1-ാം പാല് നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് ചേർത്ത് കൊടുക്കണം. 1-ാം പാലാണിത്. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണേ. ഈ 1-ാം പാൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ കളറും മാറും, ടേസ്റ്റും മാറും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ താളിപ്പ് ഒഴിക്കണം. കടുകും കരിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ താളിപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അങ്കമാലി മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ചോറിനാനേക്കാളും അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.